ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കുറേ നാളായില്ലേ ഇപ്പോൾ ആനയുടെ വീഡിയോ ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ നമുക്കിന്നൊരു ആന വീഡിയോ ആയാലോ. അപ്പോൾ പുഴക്കരയിൽ നിൽക്കുന്ന മഞ്ഞക്കൊമ്പനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മഞ്ഞക്കൊമ്പന് ഒലിവ് തുടങ്ങുന്നതിനേക്കാൾ മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഒലിവ് തുടങ്ങാറായതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഗൗരവമൊക്കെ ആശാൻ്റെ മുഖത്തുണ്ട്. അല്ലെങ്കിൽ ആശാന് കുറച്ച് ഗൗരവവും ഇത്തിരി കൂടുതലാണ്. ഇപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് കുറച്ചും കൂടെ കൂടുതലാണ്. മഞ്ഞക്കൊമ്പൻ ഒറ്റയ്ക്കല്ല, ഇന്ന് വേറൊരു ആനയും കൂടെയുണ്ട്. ആളപ്പോൾ ആ ഒരു തുരുത്തിനുള്ളിലാണ് നിൽക്കണത്. നമുക്ക് കാണാൻ പറ്റില്ല, പുറത്തേക്ക് വന്നിട്ടില്ല. പുറത്തേക്ക് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. മഞ്ഞക്കൊമ്പനാണെന്നുണ്ടെങ്കിൽ പുല്ലൊക്കെ തിന്ന് അങ്ങനെ നടക്കുകയാണ്. തൊട്ട് പുറകിൽ കൂട്ടുകാരനുണ്ടെങ്കിൽ പോലും ആളൊന്നും മൈൻഡ് വയ്ക്കുന്നില്ല. ഇപ്പോൾ അതാ നമ്മുടെ ആ ഒരു കൂട്ടുകാരൻ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേതാനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിനെ പൊതുവെ വിളിക്കുന്നത് ഉറക്കം തൂങ്ങിയാനാന്ന് കേട്ടോ. ആശാൻ വന്ന് നിൽക്കുമ്പോഴേ അവിടെ കണ്ണിലേക്ക് നോക്കുമ്പോഴേ ഇങ്ങനെ ഉറങ്ങിയോണാണ് ആൾ നിൽക്കുക. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ എനിക്ക് ഇവനെ കിട്ടിയിട്ടുണ്ട്. ആശാൻ ഇങ്ങനെ ഇല്ലിക്കാടിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട്, അല്ലെങ്കിൽ തന്നെ ആളിങ്ങനെ ഉറക്കം തൂങ്ങിയോണാണ് വരുന്നത്. എന്നിട്ട് കുളിക്കാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു. പക്ഷെ ആളിങ്ങനെ പുഴക്കരയിൽ വന്നിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് തിരിച്ച് കയറിപ്പോൾ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സെയിം ആന തന്നെയാണ് കേട്ടോ ഇതിനങ്ങനെ പേരോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഇപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ആശാനെ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആശാൻ നൈസായിട്ട് വന്നിട്ട് മഞ്ഞക്കൊമ്പൻ്റെ പുറകിലായിട്ട് വന്ന് നിൽക്കുക. മഞ്ഞക്കൊമ്പനാണെങ്കിൽ അവനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവൻ തിന്നുന്നത് മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. അപ്പോൾ മറ്റേ ആനയ്ക്ക് മനസ്സിലായി, ഇവൻ വലിയ മൈൻഡൊന്നും ചെയ്യണില്ല എന്ന് കരുതിയിട്ട് ഇപ്പോൾ അവനും അങ്ങടേക്ക് തിരിഞ്ഞു നിന്നു. ഇപ്പോൾ രണ്ട് ആനകളും ഒരുമാതിരി ഇങ്ങനെ വഴക്ക് കൂടിയ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കാം കേട്ടോ. പക്ഷെ മഞ്ഞക്കൊമ്പൻ ഇടയ്ക്ക് കാലുകൊണ്ടൊക്കെ ചെറിയ ചവിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. നീങ്ങി നിൽക്കടാന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും. പക്ഷെ അവനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവനവിടെ തിന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മഞ്ഞക്കൊമ്പനും അങ്ങനെ മൈൻഡൊന്നും ചെയ്യണില്ല. എല്ലാവർക്കും തിന്നാനുള്ള ഒരു മൂഡാണ്. എന്തായാലും ഈ ഒരു മഞ്ഞക്കൊമ്പൻ നമ്മുടെ ആ ഒരു കൂടെ നിന്ന് ആനയുടെ അടുത്ത് നിന്ന് മാറി ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്നേക്കാണ്. ആൾക്ക് അതിൻ്റെ അടുത്ത് വന്ന് നിന്നതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ആന മഞ്ഞക്കൊമ്പനായതുകൊണ്ട് തന്നെ ഇവൻ്റെ മൂഡോ കാര്യങ്ങളൊക്കെ എപ്പോഴാണ് മാറാമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് നമ്മുടെ ഈ ഒരു നാട്ടിൽ ഏറ്റവും പേടിയുള്ള ഒരു ആനകളിൽ ഒന്നാണ് നമ്മുടെ ഈ ഒരു മഞ്ഞക്കൊമ്പൻ. ഞാനത് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഈ ഒരു ആനനെ കാണുമ്പോൾ ആൾ ഭയങ്കര ഫണ്ണൊക്കെ ആയിട്ട് കിടന്ന് കാണിക്കുന്ന പോലെയൊക്കെ തോന്നും. പക്ഷേ ഒരു പരിധി വിട്ട് നമ്മുടെ അടുത്തേക്ക് എങ്ങാനും ചെല്ലണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആന എന്നല്ല ഏതാനായാലും ഭയങ്കരമായിട്ട് ഡേഞ്ചറാണ്. പക്ഷെ നമ്മൾ ഈ ഒരു ആനയുടെ അടുത്തുനിന്ന് ഒത്തിരി ദൂരെയാണെങ്കിൽ പോലും ഇതിങ്ങനെ മണം പിടിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു നാട്ടിൽ വരുമ്പോൾ ആനേനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സൂക്ഷിക്കണമെന്ന് പറയണത്. കാരണം എല്ലാവർക്കും ഏത് ആനയാണെന്ന് അറിയണമെന്നുണ്ടാവില്ല. മിക്കവർക്കും റോഡ് സൈഡിൽ വന്ന് നിൽക്കുന്ന ആനകളെല്ലാം ഏഴാറ്റുമുഖം ഗണപതിയാണ്. അപ്പോൾ ഇവിടെ നിന്നല്ല, എവിടെ വെച്ച് ആനേനെ കണ്ടാലും നമ്മുടെ സേഫ്റ്റി നമ്മൾ ഉറപ്പുവരുത്താം കേട്ടോ. അപ്പോൾ നമ്മുടെ ആന അതാ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മറ്റേ ആനേനെ ആൾ കൊണ്ടുവന്നില്ല കേട്ടോ. അവൻ്റെ അടുത്തുനിന്ന് മാറി ഒറ്റയ്ക്ക് വന്നിട്ടാണ് ഇപ്പോൾ കുളിക്കണത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ആൾക്ക് ഒലിവ് തുടങ്ങാറായി. അപ്പോൾ അതുകൊണ്ടായിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു ആളിപ്പോൾ ഒറ്റയ്ക്കൊക്കെ നടക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ മഞ്ഞക്കൊമ്പൻ പുഴയിൽ കുളി തുടങ്ങി. മറ്റുള്ള ആനകളെ പോലെ അല്ല കേട്ടോ, ഇവനിങ്ങനെ പുഴയിൽ കിടന്നു കഴിഞ്ഞാൽ വലിയ ആക്ടിവിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ മുങ്ങി പൊങ്ങും. എന്നിട്ട് അങ്ങനെ ചുമ്മാ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ കിടക്കുന്നതാണ്. പെട്ടെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാറ കിടക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുള്ളൂ. മഞ്ഞക്കൊമ്പൻ കുളിക്കുമ്പോൾ അങ്ങനെയാണ്, വലിയ അനക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പുള്ളി ഇങ്ങനെ എന്തോ ആലോചിച്ച് ഇങ്ങനെ പുഴയിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇപ്പം എന്തായാലും ആശാന് മുങ്ങി കുളിക്കാനുള്ള ഒരു മൂഡാണെന്ന് തോന്നുന്നു. കുറേ നേരമായി മുങ്ങിപ്പോയിട്ട് പിന്നെ കാണാനില്ല. ആശാൻ അങ്ങനെ മുങ്ങി തന്നെ കിടക്കാം കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പുഴയിലേക്ക് നോക്കുമ്പോൾ നമ്മളൊട്ടും പ്രതീക്ഷിക്കില്ലല്ലോ ഇങ്ങനെ ആനയൊക്കെ കിടപ്പുണ്ടെന്ന്. കണ്ടില്ലേ, എത്ര നേരമായെന്നറിയോ ഇങ്ങനെ മുങ്ങി കിടക്കണം. ആൾ എണീക്കണ പോലും ഇല്ല. ഇങ്ങനെ മുങ്ങാണെങ്കിൽ കുറേ നേരം ഇങ്ങനെ മുങ്ങി കിടക്കും. ഇനിയിപ്പോൾ എണീറ്റിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കിടക്കണതാണ്. കുറേ നേരം മുങ്ങി കിടന്നിട്ട് ആശാൻ എണീറ്റ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എണീറ്റ് വന്ന സ്ഥിതിക്ക് ഇങ്ങനെ കണ്ണടച്ച് കുറേ നേരം എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ കിടക്കുന്നത് കാണാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ വേറെ കുറേ ആനകളൊക്കെ ഉണ്ടെങ്കിലാണ് കാണാൻ രസമുള്ളൂ. ഒരു ഒറ്റയ്ക്ക് കുളിക്കുമ്പോൾ അത്രയ്ക്ക് വലിയ രസമൊന്നുമില്ല. ഒറ്റയ്ക്കാണെങ്കിൽ ഇതുപോലെ ആക്ടിവിറ്റി ഒന്നുമില്ലാതെ ഇങ്ങനെ കിടക്കണതായിരിക്കും കൂടുതൽ സമയത്തുണ്ടാവുക. പക്ഷേ കൂടെ വല്ല ആനകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർത്ത് കളിക്കുകയും നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട്. ഇപ്പോൾ ആശാൻ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ചിലപ്പോൾ ഈ ഒരു കിടപ്പ് ഒരുപാട് നേരത്തേക്ക് ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ കിടന്നതിന് ശേഷം ആശാൻ നമ്മുടെ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞേക്കാണ്.
ആൾ നമ്മളെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒരുപാട് ദൂരം മാറി നിന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അങ്ങനെ കുറേ നേരത്തെ നീരാട്ടിന് ശേഷം നമ്മുടെ ആന ദാ ഇപ്പോൾ കരയിലേക്ക് കയറാൻ പോവാണ്. ഇനിയിപ്പോൾ കരയിലേക്ക് കയറിയിട്ട് ആൾ തിന്നാനുള്ള ഒരു പ്ലാനായിരിക്കും. പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ ഈ ഒരു ആന ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ല. ഇപ്പോൾ നീരുകാലം ആയതുകൊണ്ട് തന്നെ ആന ഇപ്പോൾ മറ്റൊരു ഭാഗത്തേക്ക് പോയേക്കാണ്. ഇതിപ്പോൾ ആനയ്ക്ക് ഒലിവ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പം മലക്കപ്പാറ യാത്രയിൽ പലപ്പോഴും ഇവനെ പലർക്കും കാണാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പോയപ്പോഴൊന്നും കണ്ടില്ല. ആ ഭാഗത്തൊക്കെ ഉണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഈ ഒരു ആന ഇപ്പം ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ആന കുളിക്കുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി നല്ലൊരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ വന്ന് നിന്നിട്ടാട്ടോ കുളിക്കുന്നത്. എന്തായാലും നമ്മുടെ ആന ഇപ്പോൾ പതുക്കെ പതുക്കെ കരയിലേക്ക് കയറാണ്. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ആനേനെ കൊണ്ട് കാണിച്ചു കൊടുക്കും. എനിക്ക് ചില സമയത്തൊക്കെ മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ നിങ്ങളാരും അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. ഞാനങ്ങനെ ആനകളെ കൊണ്ട് കാണിച്ചു കൊടുക്കാറില്ല. നമുക്ക് തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ടൊക്കെയാണ് ഇവരെ കിട്ടുന്നത്. പിന്നെ നമ്മളിവിടെ സ്ഥിരം നിൽക്കുന്നത് കൊണ്ടൊക്കെയാണ്, നമ്മുടെ നാടാണല്ലോ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കൂടുതൽ സമയം ഇവരെ കാണാനൊക്കെ പറ്റുന്നത്. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ആനകളെ കാണാൻ പറ്റിയൊരു ഹോം സ്റ്റേ ഒക്കെ പറയാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹോം സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടിനോട് ചേർന്ന് ഇരിക്കുന്ന ഒരു ഹോം സ്റ്റേ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റിയ ചാൻസ് ഉണ്ട് ഇവരെ കാണാനായിട്ട്. പിന്നെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വന്യമൃഗമാണ്. നമുക്ക് വരുന്ന ടൈമോ കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റില്ല. കുറേയൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ചില സമയത്ത് നമ്മൾ എത്ര തിരഞ്ഞാലും ഇവരെ കാണണമെന്നില്ല. ചില സമയത്തൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ മുന്നിലൊക്കെ വന്ന് പെടും. അത് ഈ ഒരു ആന എന്നല്ല, ഏത് വന്യമൃഗമായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. കുറച്ചൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പരിചയപ്പെടുത്തിയ ആ ഒരു ഹോം സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആന ഉൾപ്പെടെ ധാരാളം വന്യമൃഗങ്ങളെ കാണാൻ ചാൻസ് ഉള്ള ഒരു സ്പോട്ടിലിരിക്കുന്ന ഒരു ഹോം സ്റ്റേ കൂടിയാണത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയും ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. കുറേ നാളായല്ലോ നമ്മൾ പുഴയിലുള്ള ആനയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആനതായി ഇപ്പോൾ പുഴയിൽ നിന്ന് കയറി ആ ഒരു ഇല്ലിക്കൂട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ട് അത് ഇല്ലി തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആശാൻ അവിടെ നിന്ന് കുറേ നേരം ഇല്ലിയൊക്കെ തിന്ന് അങ്ങനെ നിൽക്കുകയുള്ളൂ. മറ്റേ ആന പോയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവന് സുഖമായല്ലോ, എത്ര നേരം വേണമെങ്കിലും ആരുടെയും ശല്യമൊന്നും ഇല്ലാണ്ട് ഇവിടെ നിന്ന് തിന്നുകൊണ്ടിരിക്കാം. ഇനിയിപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നേരെ പുഴയിലേക്ക് ഇറങ്ങിയാലും മതിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ ആന അവിടെ തന്നെ നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ആന കയറിപ്പോവും. അപ്പോൾ ഞാൻ അധികം നേരം ഇവിടെ നിന്ന് ഇനി വീഡിയോ ഒന്നും എടുത്തൊന്നുമില്ല. അപ്പോൾ ഇനി ആനയ്ക്ക് ആനയുടെ വഴി, എനിക്ക് എൻ്റെ വഴി. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.